ഹായ് എവരിബഡി, ഹോപ്പ് ഓൾ ആർ ഡൂയിങ് ഗുഡ്. ഇഷു ആൻഡ് ശിവ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ഫ്രണ്ട്സും ഇഷു ആൻഡ് ശിവ വ്ളോഗ്സിന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് തൃശ്ശൂരിൻ്റെ സ്വന്തം പാലസായ ശക്തൻ തമ്പുരാൻ പാലസിലേക്കാണ്. ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ വടക്കേ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ്. ഇന്ന് പക്ഷേ ഈ പാലസ് അറിയപ്പെടുന്നത് പുരാവസ്തു മ്യൂസിയം എന്ന പേരിലാണ്. മൺഡേ ഒഴികെ ബാക്കി എല്ലാ ദിവസവും വിസിറ്റേഴ്സിന് പാലസ് ഓപ്പൺ ആണ്. പാലസിൻ്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ്. ഇന്ന് നമ്മൾക്ക് എൻട്രി ഫീസ് ഫ്രീ ആയിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. കാരണം റെനോവേഷൻ്റെ ഭാഗമായിട്ട് ഈ പാലസ് കുറേ നാളായിട്ട് അടഞ്ഞു കിടക്കുകയായിരുന്നു. സോ ഞങ്ങൾക്ക് എൻട്രി ഫീസ് ഇന്ന് ഫ്രീ ആയിരുന്നു. വടക്കേക്കര കൊട്ടാരം എന്നറിയപ്പെടുന്ന ശക്തൻ കൊട്ടാരം ഒരു ചരിത്രപരമായ കൊട്ടാരമാണ്. 1791 കൊച്ചി രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന ശക്തൻ തമ്പുരാൻ എന്നറിയപ്പെടുന്ന രാമവർമ്മയാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത്. ഡച്ച് ശൈലികളുടെ സമന്വയത്തോടെ കേരള വാസ്തുവിദ്യയുടെ ഉത്തമമായ ഉദാഹരണമാണ് ഈ കൊട്ടാരം. ചെരിഞ്ഞ മേൽക്കൂരയും തടികൊണ്ടുള്ള വാതിലുകളും ജനലുകളും കൊണ്ട് നിർമ്മിച്ച 2 നിലകളുള്ള കെട്ടിടമാണ് കൊട്ടാരത്തിനുള്ളത്. ഇന്ന് ശക്തൻ കൊട്ടാരം കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയവും ആർട്ട് ഗാലറിയുമാണ്. പുരാതന നാണയങ്ങൾ, ശില്പങ്ങൾ, പെയിൻറ്റിങ്ങുകൾ എന്നിവയുൾപ്പെടെയുള്ള പുരാവസ്തുക്കളുടെ ഒരു വമ്പൻ ശേഖരം തന്നെ നമുക്ക് കൊട്ടാരത്തിൽ കാണാൻ പറ്റും. ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരവും പ്രൗഢഗംഭീരവുമായ ഈ കൊട്ടാരം മ്യൂസിയമാക്കി സർക്കാർ മാറ്റിയത് 2005 വിശാലമായ 4 കെട്ടോടു കൂടിയ നടുമുറ്റമാണ് കെട്ടിടത്തിൻ്റെ കിഴക്കേ പകുതി നമുക്ക് കാണാൻ പറ്റുക. പാലസിനോട് ചേർന്ന് നമുക്കൊരു ഹെറിറ്റേജ് ഗാർഡൻ അഥവാ പൈതൃകോദ്യാനം കാണാൻ പറ്റും. അതിൽ ധാരാളം മെഡിസിനൽ പ്ലാന്റ്സും മരങ്ങളും നട്ടു വളർത്തിയിട്ടുണ്ട്. വളരെ സൂത്തിങ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ എത്ര നേരം വേണമെങ്കിലും അവിടെ ചിലവഴിച്ചാൽ നമുക്ക് മടുക്കില്ല. അതായത് തീർത്തും പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് രാജാവിൻ്റെ ടോംബ് കാണാൻ പറ്റുമെന്നതാണ്. പിന്നെ ഈ ഗാർഡൻ്റെ അകത്തേക്ക് കുറച്ചുകൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റം എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു കുളം കാണാൻ സാധിക്കും. വടക്കേച്ചിറ എന്നറിയപ്പെടുന്ന ഈ കുളം പണ്ടുകാലങ്ങളിൽ രാജാക്കന്മാർ കുളിക്കാനായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായ പാലസാണ് നമ്മുടെ ശക്തൻ പാലസ്. വളരെ ഇൻഫോർമേറ്റീവ് ആണ്. കാരണം പണ്ട് കാലത്തെ രാജാക്കന്മാരുടെ ജീവിതശൈലി എങ്ങനെയായിരുന്നെന്ന് നമുക്ക് ഈ പാലസ് വിസിറ്റ് ചെയ്താൽ അറിയാൻ പറ്റും. താങ്ക് യു.